ഇനി നമ്മൾ സംസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ആശങ്ക ഉയർത്തുന്ന ഗൗരവതരത്തിലുള്ള സിറ്റുവേഷൻ വാർത്തകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായിരിക്കുന്നു. 9 മാസത്തിനിടെ 17 പേരാണ് രോഗം ബാധിച്ചു മരിച്ചത്. മുൻ വർഷങ്ങളെക്കാൾ രോഗികളുടെ എണ്ണം കൂടുതലായിട്ടും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആവർത്തിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, ഈ നിപ്പയടക്കം പല രോഗങ്ങളെയും മറികടക്കാൻ കഴിഞ്ഞവരാണ് നമ്മൾ. പക്ഷേ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അതിന്റെ ഉറവിടം, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ധാരണ ഇപ്പോഴും ആരോഗ്യവകുപ്പിനില്ല എന്നതിൻ്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്ന വിമർശനങ്ങളും വാർത്തകളുമൊക്കെ. ഇപ്പോൾ ഇന്നലെ രാത്രി മാത്രം ഒരു 18-കാരന് തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പുതുതായി ഉണ്ടാകുന്ന ഔട്ട് ബ്രേക്കിനെയും ഇപ്പോഴും അതിൻ്റെ ഉറവിടം കണ്ടെത്തി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തെയും ആരോഗ്യവകുപ്പ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പുതിയ ജാഗ്രതാ നടപടികൾ, നിർദ്ദേശങ്ങൾ, ജനങ്ങളിലേക്ക് അത് എത്തിക്കാനുള്ള നടപടികൾ, അതൊക്കെ എങ്ങനെയാണ് തുടരുന്നത്? സൈഫുദ്ദീൻ, പലവിധമായിട്ടുള്ള പകർച്ചവ്യാധികളെ കേരളം കൃത്യമായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട്. നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ നിപ്പയടക്കമുള്ള പകർച്ചവ്യാധികളെ പലതരത്തിൽ എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് അതിനെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ലോകത്ത് തന്നെ 99% മരണനിരക്കുള്ള ഒരു രോഗമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരികെ വരിക ലോകത്തിൽ തന്നെ 99% കുറവാണ് എന്നുള്ള കാര്യമാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഇരിക്കെ കേരളത്തിൽ ഇതിന്റെ ഒരു ശതമാന കണക്കെന്ന് പറയുന്നത് 24% മാത്രമാണ്. അതായത് ഇത് രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം. എന്നാൽ ഇതിനകത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ, അല്ലെങ്കിൽ കഴിഞ്ഞ 9 മാസത്തിനിടെ 2025 ജനുവരി മുതൽ ഇപ്പോൾ ഈ സെപ്റ്റംബർ 14 വരെ എത്തി നിൽക്കുന്ന ഒരു സമയത്തെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ ഇതുവരെ 66 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 17 മരണങ്ങളും സംഭവിച്ചു. ഈ 17 മരണങ്ങളിൽ 7 മരണവും ഈ മാസമാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗൗരവം കുറച്ചുകൂടി ഇരട്ടിയാക്കുന്നത്. അപ്പോൾ ഈ മാസം 19 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 7 മരണവും സംഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ ഒരു ഔട്ട് ബ്രേക്ക് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഈ പൊതുകുളങ്ങൾ, കിണറുകൾ, തോടുകൾ ഇതൊക്കെ കൃത്യമായിട്ട് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതികൂല കാലാവസ്ഥ അല്ലെങ്കിൽ മാറി മറിയുന്ന കാലാവസ്ഥ ഈ വെള്ളത്തിൽ ഈക്കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഈ ജലാംശങ്ങളിൽ കൂടുതലായതോടുകൂടി അതിനെ പ്രതിരോധിക്കുന്ന ഒരു കാര്യത്തിനകത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി തദ്ദേശ വകുപ്പിന്റെ ഒരു ഇടപെടലോടുകൂടി വേണം ആരോഗ്യവകുപ്പ് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ പൊതുകുളങ്ങൾ, തോടുകൾ, മറ്റ് ഇടങ്ങൾ, കിണറുകൾ, വാട്ടർ ടാങ്കുകൾ ഇതെല്ലാം വൃത്തിയാക്കേണ്ട ഒരു കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ മാറി മറിയുന്നത് കൊണ്ട് തന്നെ കോളിഫോം ബാക്ടീരിയയുടെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതാണ് ഇപ്പോൾ ഈ വലിയ തരത്തിൽ ഇങ്ങനൊരു ഔട്ട് ബ്രേക്കിലേക്ക് പോകാനുള്ള കാരണമായിട്ട് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. പക്ഷേ ഇത് എല്ലാ ഇടങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് നീന്തൽ കുളങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ ഇത് വരുന്നു, എന്തുകൊണ്ട് ബാക്ടീരിയ സാന്നിധ്യം കൂടുന്നു, അത് പഠന വിധേയമാക്കണം. പഠനവും പരിശോധനകളും ഒക്കെ നടക്കുന്നുണ്ട്. നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ മിനിഞ്ഞാന്നാണ്, അതായത് വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് ഒരു 17 വയസ്സുകാരന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളത്തിൽ കുളിച്ച് 17 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ 17 വയസ്സുകാരൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിലും ആരോഗ്യനിലയൊന്നും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. അപ്പോഴും ആരോഗ്യവകുപ്പ് പറയുന്നൊരു കാര്യമുണ്ട്, കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു 17 വയസ്സുകാരന് ഈ രോഗം സ്ഥിരീകരിക്കുകയും അമീബിക് മാത്രമല്ല അമീബയും ഫംഗസും ഒരുപോലെ തലച്ചോറിനെ ബാധിച്ചാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തീർത്തും അസാധ്യമാണ്. എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൃത്യമായ ചികിത്സയിലൂടെ ആ യുവാവ് ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. അങ്ങനെ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചിലയിടങ്ങളിൽ പാളിച്ചകൾ സംഭവിക്കുന്നത് പൊതുകുളങ്ങൾ, മറ്റ് തോടുകൾ, കിണറുകൾ ഇതൊക്കെ വൃത്തിയാക്കുന്നതിനകത്ത് തദ്ദേശ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ നടക്കാതെ പോകുന്നുണ്ടോ എന്നുള്ള വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ആ പ്രവർത്തികളിലേക്ക് വിവിധ വകുപ്പുകളുടെ ഇടപെടലോടുകൂടി ആരോഗ്യവകുപ്പ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിലേക്ക് എത്താനായിട്ട് ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ വളരെ കൃത്യമായിട്ട് ഇതിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ എല്ലാ പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ നൽകിക്കൊണ്ട് ഈ രോഗമാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ടാണ് ഇതിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നത് എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ രീതിയിൽ, പ്രത്യേകിച്ച് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലക്ഷണങ്ങളോട്
ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പോയാൽ പോലും ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ഇത് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്, രോഗം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. രോഗം വന്നാൽ പോലും അത് കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ അപ്പോഴും മരണങ്ങൾ സംഭവിക്കുന്നതിന് നമ്മൾ ജാഗ്രതയോടുകൂടി കാണണം. എന്തായാലും സ്വയം പ്രതിരോധം കൂടി ആവശ്യമാണ് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. സൈഫുദ്ദീൻ, തീർച്ചയായും ഷിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ അതിനെങ്ങനെ നേരിടാമെന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനെ കൃത്യമായി പ്രതിരോധിക്കാനുള്ള കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നാൽ ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ ഇപ്പോൾ ഒരു സ്വയം പ്രതിരോധം ഇതിനകത്ത് നിർബന്ധമാണ് എന്നുള്ള കൃത്യമായ മെസ്സേജ് ജനങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ്. അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ കൂട്ടായി നിന്നുകൊണ്ട് ഈ രോഗത്തെയും നമുക്ക് മറികടക്കാൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.